മാറമ്പിളിയിൽ വാഹനങ്ങളുടെ മുകളിൽ അഭ്യാസ പ്രകടനം നടത്തി ക്രിസ്മസ് ആഘോഷിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി വരുന്നുണ്ട്. 3 ഡ്രൈവർമാരുടെ ലൈസൻസ് 1 വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഇവിടെ കാട്ടുന്നുണ്ട്. ഇലക്ഷൻ ടൈമിലുള്ളതാണ്. അപ്പൊ ഈ വിദ്യാർത്ഥികൾ ചെയ്തത് തെറ്റാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇതൊന്നും തെറ്റാവുന്നില്ല എന്നുള്ളതാണ് എന്റെ സംശയം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ MES കോളേജിലെ വിദ്യാർത്ഥികളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ കാണിച്ചത് ശുദ്ധ തോന്നിവാസമാണ്. ഞാൻ ഈ വീഡിയോ ആദ്യം കണ്ടപ്പോൾ അവർക്ക് ചെറിയൊരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ ഇത് കുറേ കൂടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ കാട്ടിക്കുട്ടിയതൊക്കെ നമ്മൾ കണ്ടത്. അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള പരിപാടികളായിരുന്നു ഇവർ ചെയ്തത്. മക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് കാർ കൾച്ചർ എന്ന് പറഞ്ഞ ഒരു വികാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾക്കിടയിലും ഒരു ഓട്ടോ ഷോ ഒന്നും ഇല്ലാത്ത കോളേജ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് പറ്റും എന്നുള്ള രീതിയിലായി ഇപ്പം. പക്ഷേ ഒരു ഓട്ടോ ഷോ ഒക്കെ ചെയ്യുമ്പോഴും അതിനൊരു മാന്യതയുണ്ട്. നിങ്ങളുടെ കോളേജിൽ ഒരു ഓട്ടോ ഷോ നടന്നു, നാളെ മറ്റൊരു കോളേജിലും ഇത് നടത്താൻ പറ്റണം. അല്ലാതെ ഇതേപോലെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കേരളമാണ്, നാളെ തന്നെ ഇനി വണ്ടി റോട്ടി ഇറക്കാൻ പാടില്ല, ഇതേ ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിയമങ്ങളുമായിട്ട് വരും. നമുക്കറിയാലോ, സഞ്ജു ടെക്കിക്ക് പറ്റിയ ഒരു അർത്ഥം മൂലം നമുക്ക് എല്ലാവർക്കും പണി കിട്ടിയതൊക്കെ ഓർമ്മയുള്ളതല്ലേ. സോ ഗൈസ്, പരിപാടികൾ നിങ്ങൾ നടത്തുക, പക്ഷേ സേഫ് ആയിട്ട് നടത്താൻ ശ്രമിക്കുക. നാളെ ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങളൊന്ന് കമന്റ്